കേൾക്കാവോ? കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ച സയൻസിന്റെ പോർഷനാണ്. ഈ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തെ പറയുന്നത് എന്താ? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ആരാണ്? പ്ലൂറ. നിശ്വാസന വ്യവസ്ഥ ആരംഭിക്കുന്നത് ഏതിലൂടെയാ? ഫസ്റ്റ് ഏതുവരെ ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത് ഏതിലൂടെയാ? അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇതിൽ 11 മണിക്കത്തെ എൻ്റെ PSCൻ്റെ ക്ലാസ് സെഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതായത് ആസ്പിറൻസ് അക്കാഡമിയിൽ ഞാൻ PSC ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. മെയിനായിട്ടും ഇംഗ്ലീഷും അതേപോലെ സയൻസുമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇനി ജനുവരി 11 നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് എനിക്കും ആ എക്സാമാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ പോലെ 10th വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല, 10th വരെ ഒരു റിവിഷൻ പോലെ നമ്മൾ 11 മണിക്ക് ഇപ്പോൾ സെഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സയൻസും നമ്മുടെ ഹിസ്റ്ററിയും അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സിലബസിലുള്ള എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മെയിനായിട്ട് പ്രിലിംസ് എന്ന് പറയുമ്പം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. സിലബസിലില്ലാത്ത കാര്യങ്ങൾ അവർ ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. പ്രിലിംസ് ആവുമ്പം അത് സിലബസിലുള്ള കാര്യങ്ങൾ കോണ്ടൻറ്റ് കുറച്ച് കുറവാണ്. നമുക്കിങ്ങനെ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മുടെ സുപ്രധാന നിയമങ്ങളാണെങ്കിലും അതൊക്കെ വളരെ കുറച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അതിലുള്ളത് മാത്രം പഠിച്ചിട്ട് പോവുക, അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. പിന്നെ ഒരു 20 മാർക്ക് മാത്സ് ഉണ്ട്. അപ്പോൾ അതും കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. 20 മാർക്ക് മാത്സ് 20 നേടാൻ ശ്രമിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. പ്രിലിംസ് നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സായി പോകാവുന്നതേ ഉള്ളൂ. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ LD ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്ത ആൾക്കാരുണ്ട് എന്നെപ്പോലെ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അത്ര ടഫായിട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ടഫ് എന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. അതായത് പ്രിലിംസ് കയറിപ്പോകാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ സിമ്പിളായിരുന്നു, 20 ഔട്ട് ഓഫ് 20 വാങ്ങിക്കാൻ പറ്റുന്ന മാത്സ് ആയിരുന്നു. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സിലാണ് അവർ കുറച്ചും കൂടി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ഇൻക്ലൂഡ് ആക്കി ചോദിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്സ് ചെയ്യാനുള്ള ടൈം പോയിന്ന്. വേഗം വായിച്ചു പോകും. നമ്മൾ ഒരെണ്ണത്തിലൊന്നും സ്റ്റക്കായിരിക്കാൻ പാടില്ല. അത് കിട്ടുന്നില്ലെങ്കിൽ അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേഗം പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത് എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന എക്സാംസ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്പീഡപ്പ് ആവുകയെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്പീഡപ്പ് ആവുക, മാത്സൊക്കെ സ്പീഡിൽ ചെയ്യാൻ നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് പ്രിലിംസ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും പ്രിലിംസിന് ഒരു 10 days മുമ്പിലെങ്കിലും നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതായത് സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുക. ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ളൊരു റിവിഷൻ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതിൽ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള PDF കിട്ടുവാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ സിലബസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ റാങ്ക് ഫയലിലെ ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഫാസ്റ്റായിട്ട് കവർ ചെയ്യണം. ഒരു ടോപ്പിക്കിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. കാരണം ആ ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്ന് തന്നെ വരും. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും ഈ 10 ദിവസം കൊണ്ട് അത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മാത്സ് പ്രാക്ടീസ് ചെയ്യണം. 20 മാർക്കാണ് മാത്സ്. പ്രിലിംസ് കയറി പോകണമെങ്കിൽ മാത്സ് നിങ്ങൾ സ്പീഡപ്പ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല, അത് എത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ സ്പീഡിൽ മാത്സ് ചെയ്യുക എന്നുള്ളത് പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്ഡേറ്റഡ് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവാർഡ്സ് കഴിഞ്ഞ വട്ടത്തെ സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ അവാർഡ്സ് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ ഏതൊക്കെ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനത്തെ അവാർഡ്സിന് ചോദിച്ചു. നൊബേൽ പ്രൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകും. ഇപ്പോൾ സ്പേസ് റിലേറ്റഡ് കൺസെപ്റ്റ്സ് അത് നോക്കുക, അവാർഡ്സ് നോക്കുക, പിന്നെ നമ്മുടെ നൊബേൽ പ്രൈസ് നോക്കുക, പാരീസ് ഒളിമ്പിക്സ് നോക്കുക, അപ്പോയിൻമെൻറ്റ്സ് നോക്കുക. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട് പോവുക. അല്ലാത്തവരെന്തായിരിക്കും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കതൊരു സീൻ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള മേഖല വിട്ടുപോകരുത്. ഈ ഒരു 10 days അല്ലെങ്കിൽ എക്സാമിനൊരു 10 days ഈ റിവിഷനിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന്, അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ ഏതൊക്കെ റാങ്ക് ഫയലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബുക്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഈ ഒരു 4, അതായത് ലക്ഷ്യേൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് അഡ്വാൻസ്ഡ് റാങ്ക് ഫയലാണ് ഈ 4 എണ്ണം.
4 വോള്യങ്ങളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ഒന്നിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുണ്ട്, ഒന്നിലാണെങ്കിൽ നമ്മുടെ ലൈഫ് സയൻസ്, ആർട്സ്, കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്ന് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇൻക്ലൂഡഡും, ഒന്നിൽ നമ്മുടെ കേരള, ഇന്ത്യ, ഭൂപ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അവർ ഒരു 4 വോള്യങ്ങളായിട്ട് ലക്ഷ്യേൻ്റെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഞാൻ എൻ്റെ എക്സാമിനെല്ലാം ഇത് വെച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, LD ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലാണെങ്കിലും ഞാൻ ഈ ഡിഗ്രി ലെവൽ ഗൈഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ എന്ന് പറയുമ്പം എല്ലാം നമ്മുടെ NCERT-ന്നും SCERT-ന്നും നമ്മുടെ ശ്രീധരൻ മേനോൻ്റെ ബുക്കിൽ നിന്നാണെങ്കിലും എവിടെ നിന്നൊക്കെ ഒരു സോഴ്സ് എടുക്കാവോ അവിടെ നിന്നെല്ലാം ഇവർ കോണ്ടൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ബുക്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ റാങ്ക് ഫയൽ നോക്കിയാൽ മതി. പിന്നെ ഈ 3 SCERT ടെക്സ്റ്റാണ് കേട്ടോ. SCERT നമ്മൾ സെപ്പറേറ്റ് ടെക്സ്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയോ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ 3 ടെക്സ്റ്റ്, അതായത് 2 സോഷ്യൽ സയൻസിൻ്റെ 2 വോള്യമായിട്ടും സയൻസിൻ്റെ 1 വോള്യമായിട്ടും ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ പുറംചട്ട ഇല്ലാത്തത് റീഫോക്കസിൻ്റെ ആണ് കേട്ടോ. റീഫോക്കസിൻ്റെ +1 +2 NCERT-ൻ്റെ ഒരു ബുക്കാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ജോഗ്രഫി പറഞ്ഞില്ല, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റി, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. NCERT-ലെ എല്ലാ ചാപ്റ്ററിൻ്റെയും കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ NCERT ബുക്ക് വാങ്ങണമെന്നില്ല, ഇതുപോലൊരു ഗൈഡ്, ഫ്രീ ഫോക്കസിൻ്റെ ഒരു ഗൈഡ് വാങ്ങിച്ചാലും തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് PSC പള്ളിക്കൂടം എന്ന് പറഞ്ഞത് ഈ റീഫോക്കസിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ബുക്കായിരുന്നു ഇത്. ഇതിലും നമ്മുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റി, അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ് ഒക്കെ ഇതിലും ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇത് ഞാൻ LDക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അതായത് ഒരു റിവിഷൻ, എത്രയോ ഡേ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു റിവിഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ ഓരോ ഡേ ഓരോ റിവിഷൻ നമുക്ക് എടുത്ത് വെച്ച് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റേ ബുക്കെന്ന് പറയുന്നത് PSC മുൻവർഷ ചോദ്യപേപ്പറായിരുന്നു, 2024 എഡിഷൻ ആയിരുന്നു. അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആയിരുന്നു. കാരണം അതിൽ നമ്മുടെ 2021 തൊട്ടിട്ടെന്ന് തോന്നുന്നു അവിടെ തൊട്ടിട്ടുള്ള PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ പറഞ്ഞില്ല, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ ഒക്കെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻവർഷ ചോദ്യപേപ്പറുകൾ, റിവിഷൻ പേപ്പേഴ്സ്, PYQs ഇതൊക്കെ എടുത്ത് വെക്കുക, റിലേറ്റഡ് ഫാക്ട്സ്. ഇനി മലയാളം ഞാൻ എവിടെ ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ ഞാൻ എൻ്റെ ചാനലുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മലയാളം ഞാൻ ഫോളോ ചെയ്തത് ടെലഗ്രാമിലെ ഒരു ചാനലായിട്ടുള്ള ഫെസ്റ്റിവൽ എന്നൊരു ചാനലാണ് ഞാൻ ഫോളോ ചെയ്തത്. അവരതിനകത്തുള്ള PDF ഇടും, SCERT-ൻ്റെ PDF ഇടും, SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. വേറെ ഒരു ടെക്സ്റ്റ് ഞാൻ ഫോളോ ചെയ്തിട്ട്, ഇവിടെ കുറേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇരിക്കുന്നുണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്ത ടെക്സ്റ്റൊക്കെ. പക്ഷേ എനിക്കെന്തോ ടെക്സ്റ്റ് ബുക്കിനോട് അത്രയും കൺവീനിയൻ്റ് അല്ല. ഞാൻ PDF-കൾ റിലേ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുകൾ റിലേ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ അത് തന്നെ റിലേ ചെയ്ത് മാത്രമാണ് മലയാളം പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ റാങ്ക് ഫയലോ മറ്റു ബുക്സുകളോ ഒന്നും മലയാളത്തിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഈ ലക്ഷ്യേൻ്റെ ഗൈഡ് ഉള്ളതിനും കാട്ടി മുന്നേ കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഡിഗ്രി ലെവൽ ഗൈഡായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അതായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്കത് അത്ര വലിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗൈഡായിട്ട് തോന്നിയില്ല. അത് 2 വോള്യമായിട്ടാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതായത് മാത്സും ഇംഗ്ലീഷും മലയാളവും ഒരു ഗൈഡായിട്ടും ബാക്കിയൊക്കെ ഒരൊറ്റ ഗൈഡിലും ഒരു അത്യാവശ്യം വലിയ ബുക്കായിരുന്നു. പക്ഷെ അതിൽ ഒരു ഓർഡറായിട്ടോ സംഭവം കോണ്ടൻറ്റ് അതിലുണ്ട്, പക്ഷേ ഇല്ലാത്തത് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലക്ഷ്യേൻ്റെ ഗൈഡ് വായിക്കുമ്പോഴും കരിയർ ഗൈഡൻസ് നമ്മൾ നോക്കുമ്പോഴും ലക്ഷ്യയിലുള്ള പല കാര്യങ്ങളും കരിയർ ഗൈഡൻസിൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ കരിയർ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എനിക്കത് വായിച്ചു നോക്കിയപ്പോൾ എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാത്തതുകൊണ്ട് ഞാൻ ആ ഗൈഡ് പിന്നെ വായിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഗൈഡ് ഇരിപ്പുണ്ടെങ്കിലും കുറച്ച് ഭാഗം മാത്രമേ ഞാൻ അത് വായിച്ചിട്ടുള്ളൂ. എനിക്കങ്ങോട്ട് അത്ര സുഖമായിട്ട് തോന്നിയില്ല ആ ഗൈഡ്. പിന്നീട് എനിക്ക് ലക്ഷ്യേൻ്റെ ഗൈഡ് കിട്ടുന്നത് എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഗൈഡ് അയച്ചു തന്നെ. ശരിക്കും ഞാൻ അത് വാങ്ങിച്ചതല്ല, അതുകൊണ്ടാണ് ആ ഒരു കോലത്തിൽ ആ ബുക്ക് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് LD വരെ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ കേൾക്കാറുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി പഠിക്കാൻ വേണ്ടിയത് ലക്ഷ്മികാന്തിൻ്റെ ബുക്കുണ്ട്. അത് നല്ലൊരു ബുക്കാണ് പൊളിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരള ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രീധരൻ മേനോൻ്റെ ബുക്കുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ 2 ബുക്കിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുള്ളത് തന്നെയാണ്.
പക്ഷേ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണ്, നിങ്ങൾ ബുക്ക് വെച്ച് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ബുക്കൊക്കെ വാങ്ങിച്ച് വെച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ നോട്ട്സൊക്കെ ചിലരൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം നല്ലതാണ്. പക്ഷേ എൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീധരമേൻ്റെ ബുക്ക് വാങ്ങിച്ചാലും അത് ഫുള്ളൊന്നും നമുക്ക് വേണ്ട. ആ ഒരു ബുക്കിലുള്ളത് വന്നേക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. അതിൽ കുറച്ച് എക്സ്ട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് PDF ആയിട്ട് ടെലഗ്രാം ചാനലുകളിൽ കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ അതിൽ തന്നെയുള്ള നോട്ട്സാണ് നമ്മുടെ ഗൈഡിനകത്തിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അല്ലെങ്കിൽ വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലുകാർ ഓരോ ടോപ്പിക്കിനനുസരിച്ച് ഒരു PDF ഇടാറുണ്ട്. അപ്പോൾ ആ PDF എന്തുണ്ട്, ആ PDF അവർ ഈ ശ്രീധരമേനോൻ്റെ ആണെങ്കിലും ലക്ഷ്മികാന്തിനാണെങ്കിലും എവിടെ നിന്നൊക്കെ സോഴ്സസ് കിട്ടും അവിടെ നിന്നൊക്കെ സോഴ്സസ് ചെയ്യുന്ന അവർ സമഗ്രമായിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വൊക്കാബ്സ്പീഡിയ ഭയങ്കരമായിട്ടും എന്നെ ഹെൽപ്ഫുൾ ചെയ്തൊരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് PSC പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല, എനിക്ക് അവരെ പേഴ്സണലി അറിയത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പം ഇതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, ഒരാൾക്ക് എങ്കിലും ഹെൽപ്പ് ആവുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ PDF ആണ് ഞാൻ മോസ്റ്റ്ലി റിലേ ചെയ്യാറുള്ളത്. കാരണം അവരുടെ PDF വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ബുക്കിൽ നിന്നൊന്നും വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവരുടെ PDFും പിന്നെ റാങ്ക് ഫയലും മെയിനായിട്ട് ഞാൻ ഇത് രണ്ടുമാണ് ഫോളോ ചെയ്തത്. എൻ്റെ ഒരു മടി കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സമഗ്രമായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വായിച്ച് തന്നെ എക്സാം എഴുതുന്നതാണ് നല്ലത്. അറ്റമൂലം പഠിച്ചിട്ട് പോയിട്ട് ഒന്നും കാര്യമില്ല. ഇപ്പോഴത്തെ എക്സാമിന് സമഗ്രമായിട്ട് പഠിച്ചിട്ട് പോയാൽ മാത്രമേ ഇപ്പോഴത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം. എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കൂടുതലും PDFകളാണ് റിലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റാങ്ക് ഫയൽ PDF, SCRT, NCRT ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. ലക്ഷ്മികാന്തിനൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ അതൊക്കെ നല്ല ബുക്കാണെന്ന് വായിച്ചു നോക്കിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് കഴിഞ്ഞവരാണ് കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ശ്രീധരമേനോൻ്റെ ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്മികാന്തിനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടൈമിലൊന്നും ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പഠിച്ചിട്ട് പോയി എഴുതിയൊരു എക്സാമായിരുന്നു അത്. അപ്പോൾ എനിക്കങ്ങനെ സമഗ്രമായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു എക്സാമായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തു, ഈ വൊക്കാബ്സ്പീഡിയയുടെ PDFകളാണെങ്കിലും റാങ്ക് ഫയലാണെങ്കിലും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ LD ഒക്കെ എഴുതിയത്. അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് LDയിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പം സമഗ്രമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പഠിച്ചിട്ട് പോകരുത്, കാര്യം നന്നായിട്ട് അറിഞ്ഞ് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. കാരണം ഇപ്പോഴത്തെ എക്സാമൊക്കെ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇംഗ്ലീഷ് ഞാൻ ഏതാ ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ശരിക്കും അത് എവിടെയെങ്കിലും ഓൺലൈൻ കിട്ടുമോ, അത് എവിടെയെങ്കിലും കിട്ടുമോ എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തൊരു ബുക്കാണത്. എൻ്റെ ഹസ്ബൻഡും PSCയിൽ ഇപ്പോൾ LD ക്ലർക്കാണ്. അപ്പം ആളും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ബുക്കായിരുന്നു അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ബുക്കായിരുന്നു. എല്ലാം അതിലുണ്ട്, ഗ്രാമർ പോർഷൻ ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബുക്ക് മതി നമുക്ക് റെഫർ ചെയ്യാൻ. അപ്പോൾ ആ ബുക്കാണ് ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതല്ലാണ്ട് ടെലഗ്രാമിൽ PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പോൾ ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ബുക്ക് നമ്മളിങ്ങനെ എടുത്ത് പറക്കി നോക്കുന്നതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതൊക്കെ ആയിരുന്നു എനിക്ക് കൺവീനിയൻറ്റ്. അപ്പോൾ ഞാൻ മെയിൻലി അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. റാങ്ക് ഫയൽ ഞാൻ റിലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേ റിലേ ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിൽ അവർ ഡിഗ്രി ലെവൽ ഒരു ഇതിലാണ് അവർ എല്ലാ കോണ്ടൻറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ നോക്കുന്ന ആൾക്ക് ലക്ഷ്യേൻ്റെ റാങ്ക് ഫയലും അതുപോലെ ടാലൻറ്റും എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേർ പറഞ്ഞ് കേട്ടിട്ട് ടാലൻറ്റും നല്ലൊരു ഗൈഡാണ്. ടാലൻറ്റ്, ലക്ഷ്യ ഈ 2 ഗൈഡ്, ഡിഗ്രി ലെവൽ ഗൈഡ് എന്ന് പറയുന്നത് നല്ലതാണ് ഫോളോ ചെയ്യാൻ. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർക്ക് ബുക്ക് വെച്ച് ഇങ്ങനെ കൈ വെച്ച് ചൂണ്ടി ഹൈലൈറ്റ് ചെയ്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ് മിക്കമുള്ളവരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ബുക്കുള്ളത് തന്നെയാണ് അവർക്ക് കൺവീനിയൻറ്റ്. അതല്ലെങ്കിൽ നമുക്ക് കുറേ ടെലഗ്രാമിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. PSC ആസ്പിറൻറ്റിലെ ഇതിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആസ്പിറൻ്റ് ആണെങ്കിൽ ടെലഗ്രാം ചാനലുകൾ എന്തായാലും ജോയിൻ ചെയ്യണം. അതിൽ കുറേ കോണ്ടൻറ്റ്സ് ഉണ്ട്. PYQs അവൈലബിൾ ആണ്, PDF കിട്ടും, ബോട്ടുകൾ കിട്ടും, ക്വിസ് ബോട്ടുകൾ കിട്ടും. അപ്പം അത് ടെലഗ്രാം ചാനൽ റിലേ ചെയ്യാമെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇത്രയായിരുന്നു മെയിനായിട്ട് ഞാൻ ഫോളോ ചെയ്ത സോഴ്സുകൾ. അപ്പം നമ്മളിങ്ങനെ എല്ലാ ചാനലുകളും ഫോളോ ചെയ്ത് കുറേ ബുക്സും കുറേ ഗൈഡുകളും ഒക്കെ വായിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വായിക്കുക. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ബുക്കും മാക്സിമം കോണ്ടൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബുക്സും നമ്മൾ വായിക്കുക. അപ്പോൾ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ട ഒരു സ്മാർട്ട് വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കോണ്ടൻറ്റ്സ് കൂടുതലുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ മാത്രം വായിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ലേണിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്.
ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.